Hello friends, Sonal YouTube channel. It's me Sonal Sajith. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു ഇയർഫോൺ യൂസ് ചെയ്തിട്ട് ഒരു കോളർ മൈക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ യൂട്യൂബിൽ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതേപോലെ തന്നെ 1-2 പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ബോയ് M1 എന്ന് പറഞ്ഞ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ കോളർ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനിതിൽ വേറെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, സൗണ്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണെന്ന് റെക്കോർഡ് ചെയ്ത് അതേപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വർക്ക് ചെയ്യാതെ ഇയർഫോൺ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാതെ മൈക്കുള്ള ഇയർഫോൺ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് തന്നെ റിപ്പയർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ട വീഡിയോ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളർ മൈക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിനായിട്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു ഇയർഫോണാണ്. അപ്പോൾ ഈ ഒരു ഇയർഫോണിൻ്റെ വേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് ഈ ഒരു പിന്നും അതേപോലെ തന്നെ ആ ഒരു വയറും, ഈ ഒരു പിന്നും ആ വയറും, അതേപോലെ തന്നെ ഈ ഒരു ഇയർഫോണിൻ്റെ ഈ ഒരു ബോഡി, ഈ ഒരു കേസില്ലേ, ഈ ഒരു കേസും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബോർഡും അല്ലാതെ ഈ ഒരു സ്പീക്കറൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ കോളർ മൈക്കാക്കാൻ വേണ്ടി ഇയർഫോൺ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി മൈക്കുള്ള ഇയർഫോൺ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടൂ. ഈ ഒരു ഇയർഫോണിൻ്റെ മൈക്ക് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഇയർഫോണിൻ്റെ മൈക്കിലെ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി മൈക്കുള്ള ഇയർഫോൺ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈക്കിൽ ഞാൻ ഈ ഒരു മൈക്കാണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു മോട്ടറോള കമ്പനീൻ്റെ ഒരു മൈക്കാണ്, ഒരു ബോർഡാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഈ ഒരു മൈക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മൈക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബോർഡ് നേരത്തെ കാണിച്ച ഇയർഫോണിൻ്റെ കേസിൻ്റെ ആടി സൈസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഫിറ്റ് ആവുന്നില്ല. അതിനായിട്ട് ഞാൻ വേറൊരു കേസ് എടുത്തിട്ടുണ്ട്. ഇത് വേറെ പഴയ ഒരു ഇയർഫോണിൻ്റെ കേസാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ ഇത് കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് കേസ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നായിരിക്കും സൗണ്ട് ക്യാപ്ചർ ചെയ്യുക. കാരണം അവിടെയാണ് ഈ ഒരു മൈക്കിൻ്റെ ഹോള് വരുന്നത്. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊരു ക്ലിപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ കോളർ മൈക്കാകുമ്പോൾ നമ്മൾ ഡ്രസ്സിലും കാര്യങ്ങളിലൊന്നും ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്ലിപ്പ് ആക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബോർഡ് ഈ ഒരു കേസിൽ വെക്കുന്നതിന് മുമ്പേ വയറൊക്കെ സോൾഡർ ചെയ്യാനുണ്ട്. അതിന് ശേഷം മാത്രമേ ഇത് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനായിട്ട് ഒരു ബ്ലാക്ക് വയറാണ് എടുക്കുന്നത്. കാരണം ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ ഏതാണോ വയറിൽ അത് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു വയറിന് നോർമൽ ഇയർഫോണിൻ്റെ ആ ഒരു ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ കോളർ മൈക്കാകുമ്പോൾ അത്ര പോരാ. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ പഴയ ഇയർഫോണിൻ്റെ വയർ വേറെ എടുക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പഴയ നോക്കിയേൻ്റെ ഇയർഫോണിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വയർ നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ നോർമൽ വയർ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതും വെച്ചാലും മതി. ഇതിപ്പം ചാർജറിനെല്ലാം ഉണ്ടാകുന്ന വയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇത് രണ്ടിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വയർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ബോർഡിലേക്ക്, അതായത് ആ വയറിൽ, ആ ഒരു ഇയർഫോൺ വയറിൻ്റെ അതിൽ റെഡും ഗോൾഡും ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ട വയർ. റെഡ് എന്ന് വെച്ചാൽ മൈക്കിൻ്റെ, ഗോൾഡ് ഗ്രൗണ്ടാണ്. ബാക്കി രണ്ടെണ്ണം, അതായത് ബ്ലൂവും ഗ്രീനും എന്ന് വെച്ചാൽ നമ്മുടെ സ്പീക്കറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ആണ്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ലെന്ന് വെച്ചാൽ റെഡും ഗോൾഡും ആണ്. അതാണ് നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബോർഡിൽ ഇനി ഏത് പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ നടുക്കായിട്ട് ഗ്രൗണ്ടും അതേപോലെ M+ എന്ന് എഴുതി കാണാൻ സാധിക്കും. സൈഡിൽ 2 ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. നടുക്കാണുന്ന ഗ്രൗണ്ടും അതേപോലെ M+ഉം. ഗ്രൗണ്ടിൻ്റെ അവിടെ നമ്മൾ ഗോൾഡ് വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ M+ൻ്റെ അവിടെ മൈക്കിൻ്റെ റെഡ് വയറാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് സോൾഡർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പഴയ പോലെ നേരത്തെ കാണിച്ച പോലെ കേസിൽ ഫിറ്റാക്കി കൊടുക്കാം. അപ്പം ഗൈസ്, നമ്മൾ കോളർ മൈക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ അത്യാവശ്യം വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മൈക്കിൽ കണക്ട് ചെയ്ത റെഡും ഗോൾഡും വയറാണ് നമ്മൾ കണക്ട് ചെയ്തത് ഈ ഒരു മൈക്കിൽ. അപ്പോൾ അതന്നെ അടുത്ത വയറിലും റെഡും ഗോൾഡും തമ്മിൽ കണക്ട് ചെയ്തു. വേറെ 2 വയറും തമ്മിൽ കണക്ട് ചെയ്യുക. പക്ഷേ അങ്ങനെ കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റെഡും ഗോൾഡും തമ്മിൽ തന്നെ കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു പിന്നിൻ്റെ അവസാനത്തെ റെഡും ഗോൾഡും വയർ തന്നെ കണക്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ മൈക്ക് വർക്ക് ചെയ്യൂ. അതായത് ഈ ഒരു പിന്നിൻ്റെ റെഡും ഗോൾഡും വയർ തന്നെ കണക്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈക്ക് വർക്ക് ചെയ്യൂല. ഇനി നമുക്ക് ഈ ഒരു കേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കണം. അതിന് വെച്ചാൽ കോളർ മൈക്കാകുമ്പോൾ നമുക്ക് ഷർട്ടിലും ഡ്രസ്സിലൊക്കെ ക്ലിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സാധാ ഒരു ക്ലിപ്പ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പ് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു PVC പൈപ്പിനെ PVC ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു PVC ഷീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മൈക്കിൻ്റെ, അതായത് ഈ ഒരു കേസിൻ്റെ സൈസിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ബെൻഡ് ചെയ്യണം. അതിന് മുമ്പേ ഞാനിത്
വൈറ്റ് കളറായതുകൊണ്ട് തന്നെ നമ്മളെ മൈക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിനെയും ഒരു ബ്ലാക്ക് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല. ഞാൻ ആ ഒരു മൈക്കിന് കുറച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ബ്ലാക്ക് സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഒട്ടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൈക്ക് ഈ ഭാഗത്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആക്കണം, മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് അളവ് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തുനിന്ന് ആയിട്ട് ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് അധികമാണ്. അപ്പോൾ നമുക്ക് എക്സസൈസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് സൈസാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാം നമുക്ക്. ഇനി ഒട്ടിക്കാനായിട്ട് നിങ്ങൾക്ക് ഫ്ലെക്സ് ക്യൂക്കോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ അങ്ങനെ എന്ത് ഗ്ലൂ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നേരത്തെ ആക്കിയ ആ ക്ലിപ്പിൻ്റെ ഷേപ്പ് ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ആ ഷേപ്പ് ആ ഒരു ടൈറ്റ് കിട്ടുന്നില്ല, നമുക്ക് അത്യാവശ്യം ടൈറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് ടൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ആക്കിയെടുത്താൽ കുറച്ചും കൂടി ടൈറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ആ ഒരു മൈക്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഗൈസ്, നമ്മൾ മൈക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിങ്ങിലോട്ട് പോകാം, അതായത് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാനുണ്ടാക്കിയ കോളർ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനിതിൽ വേറെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, സൗണ്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണെന്ന് റെക്കോർഡ് ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോയ്സെല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പം വിൻഡ് ഷീൽഡിൻ്റെ ഒന്നും ആവശ്യമില്ല. വിൻഡ് ഷീൽഡ് ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവും. പക്ഷേ അപ്പം വിൻഡ് ഷീൽഡൊന്നും അധികം ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു നോയ്സ് പറയാനൊരു ടിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് നമ്മൾ സംസാരിക്കാൻ പാടില്ല. 1 മിനിറ്റ് നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക, എൻ്റെ 1 മിനിറ്റ് നമ്മൾ സംസാരിക്കാണ്ടിരിക്കുക. ആ സമയം കൊണ്ട് ഈ മൈക്ക് എന്ന് വെച്ചാൽ നമ്മൾ സറൗണ്ടിങ്ങിലുള്ള സൗണ്ടെല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് അതിന് നോയ്സ് റെഡ്യൂസ് ചെയ്യും. ആ ഒരു നോയ്സ് റെഡ്യൂസ് ചെയ്യും. എൻ്റെ 1 മിനിറ്റിന് ശേഷം നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ വെച്ചാൽ നമ്മളെ സൗണ്ട് നല്ല ലൗഡായിട്ട് അതേപോലെ നോയ്സ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെ വീഡിയോസ് ലഭിക്കാനായിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ നമുക്കെന്ന് ഇനി അടുത്ത വീഡിയോ കാണാം.